ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകൾ എസ്ഐടി അന്വേഷിക്കും. കട്ടിളപ്പാളികളിൽ പൂശാനുള്ള സ്വർണം സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ്. കട്ടിളപ്പാളി സ്ഥാപിക്കുന്ന പൂജയ്ക്കും ഗോവർദ്ധൻ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, കട്ടിളപ്പാളിയിൽ സ്വർണം പൂശി നൽകിയത് ഗോവർദ്ധനാണ്. പക്ഷേ രേഖകളിലെല്ലാം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായി മാറുകയായിരുന്നു. അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഗോവർദ്ധൻ. എല്ലാ വിവരങ്ങളും എസ്ഐടിക്ക് മുന്നിലേക്ക് പറയുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ കൂടി ശബരിമലയിൽ എത്തിയതിനു ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കാനുള്ള നീക്കത്തിലേക്ക് എസ്ഐടി കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഇവിടെ വെച്ച് നടത്തിയ പരിശോധനയിൽ 400 ഗ്രാമിനടുത്ത് സ്വർണ്ണക്കട്ടികൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകവുമാണ്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ഈ ഗോവർദ്ധൻ നടത്തിയ ഇടപാടുകളെ കുറിച്ച് കൂടി അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ അതുകൂടി വരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പോറ്റിയുമായി ചേർന്ന് ഈ ഗോവർദ്ധൻ ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൃത്യമായ ഒരു പരിശോധന അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. ഈ സ്വർണ്ണപ്പാളിയിൽ പൂശാനുള്ള സ്വർണം അത് സ്പോൺസർ ചെയ്തത് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പൂശാനുള്ള സ്വർണം അത് സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ് എന്നുള്ളതാണ് വിവരം. അങ്ങനെ ഈ കട്ടിളപ്പാളി തിരികെ ശബരിമല സന്നിധാനത്തെത്തി സ്ഥാപിക്കുന്ന സമയത്തും ഈ ഗോവർദ്ധനൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് കൃത്യമായി എല്ലാ നീക്കങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഗോവർദ്ധൻ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഗോവർദ്ധന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘവുമായി ഗോവർദ്ധൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് SIT നൽകുന്ന വിവരം. ഇനി ഒരു പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടാകാം. ഇയാളിൽ നിന്ന് കൂടുതൽ കൂടി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അഭിജിത്ത്, മറ്റൊരു കാര്യം, കൃത്യമായി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പോറ്റിയുമായുള്ള ഇടപാടുകളെല്ലാം ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോവർദ്ധനെ കേരളത്തിലേക്ക് എത്തിച്ച് ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുപ്പ് എന്നുള്ള രീതിയിലേക്കും അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. ഈ ശബരിമലയിൽ സ്വർണം എത്തിച്ചതടക്കം കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയതടക്കമുള്ള വിവരങ്ങളിൽ ഈ ഗോവർദ്ധനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യവും നിലനിൽക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഗോവർദ്ധൻ എത്തി, ഗോവർദ്ധനാണ് ആ കാര്യം സ്പോൺസർ ചെയ്തത് എന്നതുൾപ്പെടെയുള്ള മൊഴികൾ നൽകുമ്പോൾ പോറ്റി ഗോവർദ്ധനെയും വഞ്ചിച്ചു എന്നൊരു കാര്യത്തിലേക്ക് കൂടി ആണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു മൊഴി തന്നെയാണ് ഗോവർദ്ധൻ നൽകിയത്. കാരണം തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജാരി എന്ന നിലയിലാണ് താൻ ബന്ധപ്പെടുന്നത്. ആദ്യം അയാളെ ഈ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെടുന്നു. പിന്നീട് ശബരിമലയിലെ പൂജാരിയാണ് എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തത്. അതാണ് ഇത്ര വലിയൊരു ബന്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. അതിൽ കവിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണമാണ് തനിക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് തനിക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ മൊഴി. ഏതായാലും അവിടെ നിന്ന് ഈ ശബരിമലയിലെ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്വർണ്ണക്കട്ടികൾ എന്ന നിലയിലായിരുന്നു അന്വേഷണ സംഘത്തിന് ഏതാണ്ട് 400 ഗ്രാമോളം ശബരിമലയിലെ സ്വർണം ഈ റൊദ്ധം ജ്വല്ലറിയിൽ നിന്ന്, ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുള്ളത്. അതേസമയമാണ് ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. കാരണം ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പൂശാനുള്ള സ്വർണം സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ് എന്ന് പറയുമ്പോൾ ഗോവർദ്ധന് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവത്തോടു കൂടി വ്യക്തമാകുന്നത്. ഇയാൾ ഈ സമയത്ത്, അതായത് കട്ടിളപ്പാളി തിരികെ ശബരിമലയിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ ഇയാൾ സന്നിഹിതനായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് മുഴുവൻ കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നുള്ള ഗോവർദ്ധന്റെ വാദം നിലവിൽ അത്ര കണ്ട് അന്വേഷണ സംഘം പരിഗണിക്കുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോവർദ്ധന്റെ സാമ്പത്തിക ഇടപാടുകൾ കൂടി SIT അന്വേഷിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.